Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയും സത്യം പറഞ്ഞ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് അല്ലെങ്കിൽ ജിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബട്ട് ഈ ഒരു ടോപ്പിക് എനിക്ക് ചെയ്യണം എന്ന് തോന്നി ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ജിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ, അതായത് 15 റീസൺസ് വൈ യു ഷുഡ് സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട്, ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൗട്ട് വരാറുണ്ട്. കൂടെ ഇത് എൻ്റെ തലയിൽ വന്നൊരു ഐഡിയ ഉണ്ടോ, അതായത് നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ എന്തൊക്കെ വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. മറ്റേ ടോപ്പിക് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിത് തോന്നിയത്, ഇത് ചെയ്യണം. ബിക്കോസ് ഒത്തിരി ആൾക്കാർ നമ്മളുടെ ഫിറ്റ്നസ് വീഡിയോസ് അല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനത്തെ വ്ളോഗ് സ്റ്റോറി ഒക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ ജിമ്മിൽ പോയതായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് എന്ത് സന്തോഷം എന്നറിയാം അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ട് ഞാനത് ഷെയർ ചെയ്തിട്ട് അതുവഴി മറ്റുള്ളവർ അത് ട്രൈ ചെയ്യുകയും അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എന്തോ ഫ്ലോട്ടിങ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഓർത്തിട്ടുണ്ട് എനിക്കിതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആദ്യം ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്കും. പക്ഷെ അന്നാരും എനിക്ക് പറഞ്ഞു തന്നില്ല. പക്ഷെ ഞാനുണ്ട് മക്കളെ, നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു 10 കാര്യം ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു 10 കാര്യത്തിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ കുറച്ച് ഡൗട്ട് ഫ്രം ദ പ്രീവിയസ് വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ്. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ ഇതിനകത്ത് 10-10 കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവും. ബിക്കോസ് ചിലപ്പോൾ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചില കാര്യങ്ങൾ എഴുതി വെച്ചതിന്റെ അപ്പുറം എനിക്ക് ആഡ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ പ്ലീസ് ചെക്ക് ദ റിവ്യൂസ്. ബിക്കോസ് എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ഒരു റിവ്യൂ ഒരു ജിമ്മിൽ വേണം പോയി ജോയിൻ ചെയ്യാൻ. പ്രീമിയം ജിമ്മിൽ തന്നെ പോയി ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. ബിക്കോസ് എല്ലാവർക്കും പ്രീമിയം ജിം അഫോർഡബിൾ ആണെന്നില്ല. ബട്ട് അത്യാവശ്യം നല്ല പേരും പെരുമയും ഉള്ള കുറച്ച് കാലങ്ങളായിട്ടുള്ള നല്ലൊരു ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പോയ ജിമ്മിൽ പിന്നെ ഞാൻ റീജോയിൻ ചെയ്യാത്തതിനുള്ള റീസൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ ഒരു കോച്ചസിൻ്റെയും ഒരു ട്രെയിനേഴ്സിൻ്റെയും ഒക്കെ ഒരു പ്രോപ്പർ ബിഹേവിയർ, വെൽ ബിഹേവ്ഡ്, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ മാറ്റേഴ്സ് വെൻ വി ഗോ ഫസ്റ്റ് ടൈം ടു എ ജിം. അപ്പം നമ്മൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പം ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും, ഒരു വാം അപ്പ് ചെയ്യാൻ പോലും അറിയാൻ പാടാണ് ഞാൻ പോയത്. അപ്പോൾ വാമപ്പ് ചെയ്യാനൊക്കെ നമ്മൾ അവിടെ നിന്ന് പഠിച്ചു എന്നാലും ചില ജിമ്മിലെ കോച്ചസ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ് കുറച്ച് റൂഡായിരിക്കും, കുറച്ച് തലയിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരായിരിക്കും. സോ എപ്പോഴും കീപ് എവറിബഡി ഇൻ എ ഡിസ്റ്റൻസ്. ആൻഡ് ഓൾസോ നല്ല റിവ്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഏത് ട്രെയിനറിനാണ് ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂ എന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെയും പോകുന്നത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ അതൊരു ഫോർ മീ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം മോനെ പറഞ്ഞു വിട്ടതിന് ശേഷം എൻ്റെ ഒരു റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജിമ്മിൽ നിന്നാണ്. ജിം വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ആ ദിവസത്തെ നമ്മുടെ മൂഡ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് ഞാൻ ജിമ്മിൽ പോയിട്ട് എൻ്റെ വർക്ക്ഔട്ട് എവറിത്തിങ് ഹാപ്പി ആണെങ്കിൽ ഞാൻ ത്രൂ ഔട്ട് ദ ഡേ ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ എൻ്റെ ട്രെയിനർ എന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി ആ കാര്യത്തിൽ അടിപൊളിയാണ്, ട്രെയിൻ ചെയ്യാനും സൂപ്പറാണ്, ആൻഡ് ഓൾസോ മോട്ടിവേഷന് അടിപൊളിയാണ്. അപ്പോൾ അപ്പോഴും നമ്മളൊരു ലോ മോഡിലേക്ക് പോവുകയാണെങ്കിൽ ഹി വിൽ നമ്മളെ നന്നായിട്ട് പൊക്കും. അപ്പോൾ അതൊരു നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, നമുക്ക് നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യും. സോ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നല്ല ജിമ്മ്, നല്ല കോച്ചസ്. സോ ആദ്യം നിങ്ങൾ ജോയിൻ ചെയ്യണേ മുന്നേ പ്ലീസ് ചെക്ക് ദ റിവ്യൂ. ഗൂഗിളിൽ ഇല്ലാത്ത സംഭവം ഉണ്ടാവില്ലല്ലോ, ഗൂഗിൾ റിവ്യൂസ് എടുക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിനേക്കാളും ഗൂഗിൾ റിവ്യൂസ് അയക്കുന്ന കുറച്ചും കൂടി ബെസ്റ്റ്. ബിക്കോസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കഴിയുമ്പോൾ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് മാത്രമല്ലേ എഴുതുള്ളൂ. അപ്പോൾ ഗൂഗിൾ റിവ്യൂ എടുത്തിട്ട് റിവ്യൂ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുക. ഐ ഓൾവേസ് പ്രിഫർ 4+ റേറ്റിംഗ് ഉള്ള ജിമ്മ് മാത്രം, അല്ലെങ്കിൽ എന്താണെങ്കിൽ 4+ റേറ്റിംഗ് നോക്കാറുള്ളൂ കേട്ടോ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡെഫിനറ്റ്ലി അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് ഞാൻ സംസാരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മളൊരു ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും യു ഷുഡ് കീപ്പ് എ ഫിറ്റ്നസ് ഗോൾ. എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഫിറ്റ്നസ് ഗോൾ കീപ്പ് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫസ്റ്റ് കോച്ച് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫിറ്റ്നസ് ഗോൾ? അപ്പോൾ ഞാൻ ഗോളോ അങ്ങനെയൊക്കെ ഉണ്ടോ, നമ്മൾ വെറുതെ വന്ന് വർക്കൗട്ട് ചെയ്താൽ പോരെ എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ അല്ല, നമുക്കൊരു ഗോൾ നമ്മൾ കീപ്പ് ചെയ്യണം. ഇഫ് യു വോണ്ട് ടു ലൂസ് വെയിറ്റ്, നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനാണ് നിങ്ങളുടെ ഒരു ഗോൾ എന്നുണ്ടെങ്കിൽ അത് എന്തോരം വെയിറ്റ് എന്തൊക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയാണ് പോകുന്നത് എന്തോരം വെയിറ്റ് കൂട്ടണം. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു, ആരോ ചോദിച്ചത് വെയിറ്റ് കുറയ്ക്കാൻ, നമുക്ക് വെയിറ്റ് ഇല്ലാത്തവർക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റും. ഒബ്വിയസ്ലി വെയിറ്റ് ഗെയിനുള്ള എക്സസൈസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറ്റും അവർ പറഞ്ഞുതരും. സോ നമുക്ക് വെയിറ്റ് വളരെ തിൻ ആൻഡ് ലീൻ ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ
അതിനുള്ള വർക്ക്ഔട്ട്സ് ഉണ്ട് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. വെയിറ്റ് ലോസ് ഓർ വെയിറ്റ് ഗെയിൻ ഓർ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ആണോ, അല്ലെങ്കിൽ ജസ്റ്റ് ടോണിങ് ആണോ, അല്ലെങ്കിൽ മസിൽ ഗെയിൻ ആണോ, അതായത് എന്താണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ പോകാൻ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ത്രൂ ഔട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടി. ഇപ്പൊ ഞാൻ പോയത് എനിക്ക് ചെറുതായിട്ടൊരു ഡയബറ്റീസ് ഭാവിയിൽ എനിക്ക് വരാൻ വേണ്ടി ടെൻഡൻസി ഉള്ളൊരു ബോഡി ആയതുകൊണ്ട് എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആക്റ്റീവായിട്ടിരിക്കാനും വർക്ക്ഔട്ട് ചെയ്യാനും പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു ഗോൾ വന്നിട്ട് ഇത് വരുന്നത് ഹെൽത്ത് ആൻഡ് ഓൾസോ കുറച്ച് ലിറ്റിൽ ബിറ്റ് ഓഫ് വെയിറ്റ് ലോസ്. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഗോൾ. പക്ഷെ ആ ഗോള് എൻ്റെ അടുത്ത് എന്താണ് ഗോൾ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്തത്, അല്ലാണ്ട് ഞാനൊരു ഗോൾ ആയിട്ടൊന്നും അല്ല അവിടെ പോയത്. ഓക്കെ, അപ്പോൾ യു ഷുഡ് ഓൾവേസ് കീപ്പ് ഒരു ഗോൾ. അപ്പൊ നിങ്ങളുടെ കോച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് വെയിറ്റ് കൂട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇഞ്ച് ലോസ് വേണം, അല്ലെങ്കിൽ എനിക്ക് മസിൽ മാസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, അങ്ങനെ നമുക്ക് പല ഓപ്ഷൻസ് നമ്മുടെ ഒരു ഗോൾ നമുക്ക് അവർക്ക് പറഞ്ഞെടുത്താൽ അവർക്ക് നമ്മളെ ട്രെയിൻ ചെയ്യാനും ഈസിയാണ്, നമുക്കും അതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്കും ഇത് ഈസിയാണ്. സോ ഒരു ഫിറ്റ്നസ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ജിം വെയർ ഇട്ടിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നല്ല റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മിന്ത്രയെന്നോ ആമസോണെന്നോ എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് വെയർസ് തന്നെ സെലക്ട് ചെയ്ത് പോകണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും റാൻഡം ഡ്രസ്സ് ഇട്ടിട്ടല്ല പോവേണ്ടത്. ജിം വെയർ തന്നെ ചെയ്യണം, ഇടണം. നല്ല എന്താ പറയുക, നല്ല ഒരു ഹാൻഡ് ടവൽ വേണം, നല്ല ലെഗിങ്സ് അല്ലെങ്കിൽ ലൂസ് വാട്ട് എവർ. ഞാൻ ട്രാക്ക് പാൻസ് ഇടാറുണ്ട്, ലെഗിങ്സ് ഇടാറുണ്ട്, 3/4 ഇടാറുണ്ട്, ഷോർട്സ് ഇടാറുണ്ട്. സോ നിങ്ങളുടെ പ്രിഫറൻസ് എന്താണെന്നോ അത്, അല്ലെങ്കിൽ കംഫർട്ടായിട്ട് എന്ത് വെച്ചിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓൾസോ നമ്മളുടെ അപ്പർ വെയർ ഉണ്ടല്ലോ, നമ്മുടെ ടോപ്പ് ആണെങ്കിൽ ക്രോപ്പ് ടോപ്പ്, അല്ലെങ്കിൽ ജിംബ്ര ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിംബ്ര ഒന്നും ഇടാണ്ട് പ്ലീസ് ദയവേത് നിങ്ങൾ ജിമ്മിലൊന്നും പോകരുത്. ബിക്കോസ് കൂടുതൽ സാഗ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക അത് കാരണമാവുള്ളൂ. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ജിമ്മിൻ്റെ അത് നമ്മൾ കൂടുതൽ വർക്കൗട്ടുകൾ ചെയ്യും, ചാടും തുള്ളും ഓടും കുത്തിവരയും അല്ലാണ്ട് ബാക്കിയുള്ള ട്രെയിനിങ് ചെയ്യും, സോ കാർഡിയോ ചെയ്യും. സോ ആ സമയത്തൊക്കെ വി നീഡ് എ പ്രോപ്പർ സപ്പോർട്ട്. അപ്പം അത്ര നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ജിം ബ്രാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആക്റ്റീവ് വെയർ ഹോളും അതിൻ്റെ റിവ്യൂ ഫ്രം ആമസോൺ മിന്ത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ചെയ്ത് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഒരു വാട്ടർ ബോട്ടിൽ വേണം. ഇഫ് യു ആർ സമൺ ലൈക്ക് മീ, അതായത് ഒരു എന്താ പറയുക ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ഗെറ്റ് എ ട്രൈപോഡ്. ആൻഡ് ഓൾസോ ഇയർ ബഡ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മോട്ടിവേഷൻ ആണ് ശരിക്കും നമ്മൾ പാട്ട് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യണത്. അതുകൊണ്ടാണല്ലോ എല്ലാ ജിമ്മിലും ഫുൾ ടൈമിൽ ഇങ്ങനെ പൊളപ്പം പാട്ട് എപ്പോഴും വെച്ചേക്കുന്നത്. സോ എനിക്കത് ഞാൻ ആദ്യം ഓർത്ത് നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ വെക്കണം, ഇങ്ങനെയൊക്കെ ഒരു ധാരണയിലായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷെ ആ പാട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ള നമ്മൾക്ക് പേഴ്സണലി മൂഡ് സെറ്റ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പാട്ട് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് ദാറ്റ്സ് എ വെരി ഗ്രേറ്റ് ഇമ്പാക്ട്. ബിക്കോസ് ഞാൻ എക്സാമ്പിൾ പറയാം, നമ്മൾ പ്ലാങ്ക്സ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വിത്തൗട്ട് മ്യൂസിക് പ്ലാങ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിത്തൗട്ട് മ്യൂസിക് ഒക്കെ ആണെങ്കിൽ ഞാൻ എഴഞ്ഞൊക്കെ ഒരു 45 ആ സെക്കൻഡൊക്കെ എത്തുകയുള്ളൂ. പക്ഷെ വിത്ത് മ്യൂസിക് ആണെങ്കിൽ എനിക്ക് 1.5 മിനിറ്റ് വരെ നിൽക്കാൻ പറ്റും. അതാണ് ദി ഇമ്പാക്ട് ഓഫ് മ്യൂസിക് വെൻ വി വർക്ക് ഔട്ട്. ഓക്കെ, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ജിം വെയർ, നമുക്ക് സ്വെറ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ടവല്, പിന്നെ ഹെഡ്സെറ്റ്, വാട്ടർ ബോട്ടിൽ, ഇയർ പോഡ്സ് ഇൻ കേസ് നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ എടുക്കണമെങ്കിൽ, ട്രൈപോഡ്. ആൻഡ് ഓൾസോ എന്തൊരു കാര്യം കൂടി ഉണ്ട് പറയാമെന്നല്ലോ ഞാൻ, എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, നമ്മളുടെ ഇത് ഗ്ലൗസ്. ഓക്കെ, ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റിങ്ങും ബാർ ലിഫ്റ്റിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തഴമ്പൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾസോ നമ്മൾ പോകുമ്പോഴത്തേക്കും മുടിയൊക്കെ നന്നായിട്ട് കെട്ടി സെക്യൂർ ചെയ്ത് വിട്ട് വേണം പോകാൻ. ബിക്കോസ് ഞാനിങ്ങനെ ഫിറ്റ്നസ് വീഡിയോസ് കുറേ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അഴിച്ചിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എക്യുപ്മെന്റ്സിൽ മുടി സ്റ്റക്കായി മുടി പറഞ്ഞു പോകണതൊക്കെ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ നന്നായിട്ട് മുടി സെക്യൂർ ആയിട്ട് ബ്രീഡ് ചെയ്യോ ഹൈബൺ ചെയ്യോ അങ്ങനെ നന്നായിട്ട് സെക്യൂർ ആയിട്ട് വെക്കേണ്ടത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ കീപ് എവറിത്തിങ് ഇൻ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് സ്റ്റേ ഹൈഡ്രേറ്റഡ്. നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു 1 ലിറ്റർ വെള്ളമായിട്ട് പൊക്കോ. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതൊരു 3/4 ലിറ്റർ എങ്ങനെ ഈസിലി വന്നാലും നിങ്ങൾ എന്തായാലും കുടിച്ച് തീർക്കും. സോ
ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ ഓരോ വർക്ക്ഔട്ടിന്റെ ഇടയിലും ഞാൻ ഇങ്ങനെ ടയേർഡായിട്ട് പോണ മാതിരി തോന്നുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കും വെള്ളം. മടമടാ കുടിക്കരുത്, സിപ്പ് ചെയ്തിരിക്കുക. ഓൾസോ അതിന്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ ഔട്ട് ഓഫ് ടോപ്പിക് ആണ്, പഠിച്ചാൽ എനിക്ക് ഐ ഫീൽ ലൈക്ക് ആഡിങ് ഇറ്റ്. നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇൻ ബിറ്റ്വീൻ ബ്രേക്സ് എടുക്കുമ്പോഴത്തേക്കും യു ഹാവ് ടു വാക്ക്. അല്ലാണ്ട് നമ്മൾ വെറുതെ അവിടെ നിന്ന് അപ്പം തന്നെ ഫാനിന്റെ അടിയിലോ എസിന്റെ അടിയിലോ പോയി നിൽക്കരുത് കേട്ടോ. ബിക്കോസ് അപ്പം തന്നെ നമ്മുടെ ബോഡി കൂൾ ഡൗൺ ആവും. വീണ്ടും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വീണ്ടും ബോഡി അത്രയും ലൈക്ക് എനർജി എടുത്ത് വീണ്ടും അത് സ്വെറ്റ് ആവും. അപ്പോൾ അത് ഈ സഡൻ കൂൾ ഡൗൺ ആൻഡ് വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണത് അത്ര നല്ലതല്ല. സോ അതെനിക്ക് എൻ്റെ ജിമ്മിൽ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, അല്ലാണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ ചൂടെടുത്ത് വേർത്ത് ചാവാറാകുമ്പോൾ അപ്പം തന്നെ ഫാൻ്റെ അടി പോകും, എസിൻ്റെ അടി പോകും. അപ്പോൾ പറഞ്ഞ നോ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബോഡീനെ അത്രയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടി അനുവദിക്കരുത്. അപ്പോൾ പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തീർന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വർക്ക്ഔട്ട് ബ്രേക്സിൻ്റെ ഇടയിൽ നമ്മൾ നടക്കുക. അതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഇടയിലൊന്ന് പറയണമെന്ന് തോന്നി. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വന്നിട്ട് പ്രീ വർക്ക്ഔട്ട് മീൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ വർക്ക്ഔട്ട് മീൽ അതായത് നമ്മൾ ജിമ്മിൽ പോണതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകേണ്ടത്. ഒരു റോബസ്റ്റ ബനാന കഴിക്കാം, കോഫി കുടിക്കാം വിത്തൗട്ട് ഷുഗർ. ഐ തിങ്ക് കോഫി വിത്ത് ഗീ ഒക്കെയാണ് എനിക്ക് ആദ്യത്തെ എൻ്റെ ട്രെയിനർ തന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഓട്സ് കഴിക്കാറുണ്ട്. അവർ പറയണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ട്രെയിനർ എപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രീ വർക്ക്ഔട്ട് മീൽ എന്ത് കുടിച്ചാലും അതിൻ്റെ കൂടെ നമ്മൾ നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് എന്തൊരു ഡിഫറൻസ് ആണെന്നറിയോ എനിക്ക് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് ചില സമയത്ത് നമ്മൾ എപ്പോഴും ഫുൾ ഓൺ എനർജി ആവണമെന്നില്ല. ചില സമയത്ത് നമുക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നമുക്ക് എന്ത് എക്സസൈസ് ചെയ്താലും നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരണ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ ട്രെയിനറിൻ്റെ അടുത്താണ് ഞാൻ എപ്പോഴും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എനിക്കിത് പറ്റണില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ചില സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദാറ്റ്? അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിക്കും പ്രീ വർക്ക്ഔട്ട് മീലിൻ്റെ കൂടെ എന്താണ് കഴിച്ചത് പ്രീ വർക്ക്ഔട്ട് മീൽ. അപ്പോൾ ഞാൻ ഓട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്മൂതി, നമ്മുടെ ചാനലിൽ ഞാൻ വ്ളോഗിൽ എപ്പോഴും ഇടാനുള്ള സ്മൂതി ആയിരിക്കും, അല്ലെങ്കിൽ റാഗി ആയിരിക്കും. നോ ഐശ്വര്യ, യു ഹാവ് ടു ടേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്. ഞാൻ എപ്പോൾ എൻ്റെ പ്രീ വർക്ക്ഔട്ട് മീലിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തെ ഒരു ഡയറ്റിന്റെ കൂടെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയോ, അപ്പോഴാണ് എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി. അതായത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളുടെ പെർഫോമൻസിൽ വരുന്ന വ്യത്യാസം, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം, ഇറ്റ്സ് വെരി ഹ്യൂജ്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രീ വർക്ക്ഔട്ട് മീലിലാണ്ട് വർക്ക്ഔട്ടിന് ആൾക്കാരുണ്ട്, പക്ഷേ പ്രീ വർക്ക്ഔട്ട് മീൽ ഒരു പ്രത്യേക ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ പ്രീ വർക്ക്ഔട്ട് മീൽ നമ്മൾ കഴിച്ചിട്ട് വേണം പോകാൻ. കോഫി ഒക്കെ വേണമെങ്കിൽ കുടിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ആസ്ക് ഫോർ ഹെൽപ്പ്. ബിക്കോസ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്, നമുക്ക് അങ്ങനെ വർക്ക്ഔട്ടിനെ പറ്റിയൊന്നും വലിയ ധാരണ ഇല്ലെങ്കിൽ യു ഷുഡ് ആസ്ക് ഫോർ ഹെൽപ്പ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? കുറേ ആൾക്കാർക്കും ആ ഒരു ഇഷ്യൂ ഉണ്ടാവുമായിരിക്കും. ഒരു പുതിയ സ്പേസിൽ പോയിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള പ്രോബ്ലം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇപ്പോഴും വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. ബിക്കോസ് ഞാൻ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട്. സോ അന്നും ഇന്നും എന്നും എനിക്ക് എന്ത് സംശയം വന്നാലും എനിക്ക് ഒന്നും അറിയില്ലെങ്കിലും ഞാൻ അപ്പം തന്നെ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും. അതിപ്പോൾ PT എടുക്കണതിന് മുന്നേ ആണെങ്കിലും PT എടുത്തിട്ടാണെങ്കിലും നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്, വെയിറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളും മസിലിനോ നമ്മുടെ ബോഡിക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നിങ്ങൾ അപ്പം ചോദിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയാണ്, നമുക്ക് ഒരു ആൻസർ ഇല്ല. സോ അതുകൊണ്ട് എന്ത് സംശയം ആയിക്കോട്ടെ, വർക്ക്ഔട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംഭവിക്കട്ടെ, അവരുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറയും. ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടി വന്ന് നിൽക്കും. എൻ്റെ പോസ്റ്റർ കറക്റ്റ് ആണോ, ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ, എല്ലാം അവരുടെ അടുത്ത് ചോദിക്കുക കേട്ടോ. ബിക്കോസ് അവരവിടെ അതിനാണുള്ളത്, മനസ്സിലായി. ഇപ്പോൾ PT എടുത്ത ആൾക്കാരെ മാത്രം അറ്റൻഡ് ചെയ്യാനല്ല, അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും കൂടി ഉള്ള ആളാണ് നമ്മുടെ കോച്ചസ് അല്ലെങ്കിൽ ട്രെയിനേഴ്സ്. ആൻഡ് നമ്മളത് അസിസ്റ്റൻസ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളുടെ അല്പജ്ഞാനം കൊണ്ടിട്ട് ചിലപ്പോൾ മണ്ടത്തരം ചെയ്യാം, പോസ്റ്റർ തെറ്റ് ചെയ്യാവുന്നത് കൊണ്ട് നമുക്ക് വല്ല ലോങ് റണ്ണിൽ വല്ല ഹെൽത്ത് ഇഷ്യൂസോ വല്ലതും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടുതൽ പണി കിട്ടരുത്. അപ്പോൾ പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എപ്പോഴും പറയണത്. നമുക്ക് എപ്പോഴും അസിസ്റ്റൻസോ ഹെൽപ്പ് ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കോച്ച് ആരാണോ അവരുടെ അടുത്ത് നമ്മളൊരു വർക്ക്ഔട്ട് പ്ലാൻ ചോദിക്കുക. അതായത് ഇപ്പോൾ എനിക്ക് ആദ്യമൊന്നും വലിയ പിടുത്തുണ്ടായിരുന്നില്ല, പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമ്മൾ ഒരു വീക്കിൽ ഇപ്പോൾ നമ്മൾ ഇഫ് യു ആർ ഗോയിങ് 5 days, ഒരു വീക്കിൽ 5 ദിവസം നമ്മൾ പോവുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ബോഡി പാർട്ടിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം ബൈസ് ആൻഡ് ട്രൈസ്, ഒരു ദിവസം ഷോൾഡർ, ഒരു ദിവസം ബാക്ക്, ഒരു ദിവസം ആബ്സ്, ഒരു ദിവസം ലെഗ്, ഒരു ദിവസം ഫുൾ ബോഡി, ഒരു ദിവസം കാർഡിയോ, അങ്ങനെ പല
സംഭവം നമ്മുടെ ബോഡീനെ എല്ലാത്തിനെയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതൊരു ടൈം ടേബിൾ പോലെയാണ്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കുക ഇന്ന് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പൊ നമ്മൾ പുതിയതായിട്ട് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ഓൺ മൺഡേ, നമ്മൾ മൺഡേ ആണ് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഫോണിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇന്ന് ചെസ്റ്റ് ആണോ, ഓക്കെ ഇന്ന് ചെസ്റ്റ്, അപ്പൊ മൺഡേ ചെസ്റ്റ്, ഓക്കെ അപ്പൊ പിറ്റേ ദിവസം എന്താ ചെയ്യുന്നത്, ബൈസ് ആൻഡ് ട്രൈസ് ആണെങ്കിൽ ഓക്കെ ബൈസ് ആൻഡ് ട്രൈസ് ട്യൂസ്ഡേ. അപ്പൊ നമുക്ക് തന്നെ ഏകദേശം ഒരു ധൈര്യം ഉണ്ടാവും, മനസ്സിലായി, ഒരു ഐഡിയ ഉണ്ടാവും നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും അവർ നമുക്ക് ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ. അവർ വന്ന് അത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് ചെയ്യും, ഇതെന്താന്ന് പറയും, അവരുടെ അടുത്ത് നമ്മളിങ്ങനെ പോയി നിൽക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് എനിക്ക് അതുപോലും അറിയില്ലായിരുന്നു. എനിക്ക് ഒരു വിവരം ഇല്ലാണ്ടാണ് ഞാൻ ജിമ്മിൽ പോയത്. എനിക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് എന്തായാലും ഈ ഒരു പോയിന്റിൽ അത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. സോ നമുക്കൊരു വർക്ക്ഔട്ട് പ്ലാൻ ഉണ്ടാവും. സോ മൺഡേ ടു ഫ്രൈഡേ 5 ദിവസമാണ് നിങ്ങൾ പോകണമെങ്കിൽ എന്തൊക്കെയാണ് 5 ദിവസത്തെ ഏതൊക്കെ ബോഡി പാർട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് നമുക്കൊരു ധാരണ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അതും കുറച്ച് നല്ലതല്ലേ. അപ്പൊ അതാണ് അതിന്റെ ഒരു രീതി. സോ ഒരു വർക്ക്ഔട്ട് പ്ലാൻ എന്താണെന്ന് ചോദിക്കുക, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാജുവലി നമുക്കതൊരു ധാരണ ഉണ്ടാവും. സോ നമുക്കും അത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ നമ്മളൊരു തനിയൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു ടൈം ടേബിൾ വെച്ച് നമുക്കും ചെയ്യാം. അപ്പോൾ അത് എപ്പോഴും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണതിന് ഒരു എന്താ പറയാ, നമ്മൾ എന്താണ് കഴിക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ചേച്ചി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു കാര്യം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇമെൻസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു ഇഞ്ച് ലോസ് വേണം, നന്നായിട്ട് ബോഡി പെട്ടെന്ന് ടോൺ ആവണം, അങ്ങനെയുള്ള ഒരു ഗോളായിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡയറ്റ് നോക്കിയേ പറ്റുള്ളൂ. മനസ്സിലായത്, നോക്കണം, എന്നാലേ അതിൻ്റെ അത് കാര്യമുള്ളൂ. ഞാനും എൻ്റെ ഫ്രണ്ട് ജിം ബഡി ഉണ്ടല്ലോ ദീപ ഞാനും കൂടി എപ്പോഴും പറയും, ഒരു 80-85% നമ്മൾ കഴിക്കണതിന് ബന്ധിച്ചിരിക്കും നമ്മളുടെ ബോഡിയിൽ വരുന്ന ഡിഫറൻസ്. വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും അതിന് വളരെ നല്ലൊരു റിസൾട്ട് വരുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ആബ്സ് ഇസ് മെയ്ഡ് ഇൻ കിച്ചൺ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്നത് എന്താണാവോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ആബ്സ് വരുന്നതും പോകുന്നതും. സോ ഫുഡ് കഴിക്കുന്നത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ടിരുന്നാൽ മതി, നന്നായിട്ട് ടോൺ ആവണം, അങ്ങനെ ഭയങ്കര വെയിറ്റ് ലോസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ന്യൂട്രൽ ആയിട്ട് കഴിയും. പക്ഷേ ഈറ്റ് എവറിത്തിങ് ഇൻ മോഡറേഷൻ, അത്രേ ഉള്ളൂ. വലിച്ചു വാരി തിന്നിട്ട് പോയിട്ട് കുറച്ചു നേരം വർക്കൗട്ട് ചെയ്തിട്ട് വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നത് ഒരു പോയിന്റിലും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് എന്താണെന്നുള്ളൊരു കൺട്രോൾ വേണം. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പൈസ ചിലവാക്കി പോവുകയാണെങ്കിൽ അവിടെ പൈസ ചിലവാക്കി പോയി ആ സമയത്ത് നമ്മൾ മാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതിനും കൂടി നമ്മളൊന്ന് വാച്ച് ചെയ്യണം. നമ്മൾ എന്താണ് കഴിക്കുന്നത്, നമ്മൾ വർക്ക്, അത് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ കഷ്ടപ്പാടാണ് അല്ലെ. വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഓടി മറിയുക, കുത്തിമാടുക, ചാടുക, ഓടുക, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ പോയിട്ട് മെനക്കെട്ട പണി എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും വലിച്ചു വാരി തിന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? നമ്മുടെ കഷ്ടപ്പാടിന് വലിയൊരു ഗുണമുണ്ടോ? അപ്പോൾ ആ കഷ്ടപ്പാടിനുള്ള ഗുണം ഉണ്ടാവണമെങ്കിൽ പാരലലി നമ്മൾ കഴിക്കുന്നതിനും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേ മോട്ടിവേറ്റഡ്. ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ഈ ഒരു ടൈം സ്പാനിലൊന്നും നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് നമ്മൾ ഈ ടൈം സ്പാനിലല്ല നമ്മൾ ഈ ഒരു ഫിഗറിൽ ഇരിക്കുന്നത്. കഴിച്ചുണ്ടാക്കിയതും ഡെലിവറി കഴിഞ്ഞുണ്ടാക്കിയതും അങ്ങനെ പല ഗ്രാജുവൽ പീരീഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബോഡിയാണ്. നമുക്കപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഒരിക്കലും അതിനൊരു ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒരിക്കലും ഉണ്ടാകരുത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. നമ്മൾ തിന്നുണ്ടാക്കിയതാണെങ്കിൽ ആ ടൈം പോലെ തന്നെ എടുക്കും അത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, വെയിറ്റ് കൂട്ടാൻ ഭയങ്കര ഈസിയാണ്. 2-3 ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട, ഫുഡ് കൺട്രോൾ ഇല്ലാണ്ട് കഴിച്ചാൽ മതി. പക്ഷെ ആ ഒരു കൂടിയ 1 കിലോ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പണിയാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ വിചാരിച്ച ടൈമിനുള്ളിൽ നമ്മൾ റിസൾട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ബിക്കോസ് നമുക്ക് നടത്തിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഈസി ഇഫ് യു ആർ റെഡി. നമുക്ക് എന്തും പറ്റൂടാ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കണം. നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. സോ ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈർഡ് റിസൾട്ടിൽ എത്തും. പക്ഷേ
എന്താ, ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾക്ക് എന്തായാലും എത്തും. അത് നിങ്ങളുടെ എഫേർട്ട് അത്രയും നന്നായിട്ട് നിങ്ങൾ ഇടുന്നുണ്ട്, ലേസി അല്ലാണ്ട് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങൾ അത്രയും റിസൾട്ട് ഇടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഗോളിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡു നോട്ട് എവർ ഗിവ് അപ്പ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് റെസ്റ്റ് ഡേയ്സിനെ പറ്റിയിട്ടാണ്. റെസ്റ്റ് ഡേയ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ 100 days ഓഫ് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കിരണ എന്ന് വഴക്ക് പറയായിരുന്നു. ബിക്കോസ് ഞാനൊരു 4-5 ദിവസത്തോളം വെയിറ്റ് ട്രെയിൻ ചെയ്തിട്ട് 2-3 ദിവസം ബാക്കിയുള്ള ട്രെയിനിങ്, അതായത് ഒരു ദിവസം സുംബ, ഒരു ദിവസം കാർഡിയോ, അങ്ങനെ പിന്നെ ഒരു ദിവസം ഫുൾ ബോഡി വർക്കൗട്ട്. അപ്പോൾ ഒരു 4 ദിവസം വെയിറ്റ് ട്രെയിനിങ്, 3 ദിവസം ഫുൾ ബോഡി വർക്കൗട്ട് പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കിരണ എപ്പോഴും പറയും, ദിസ് ഇസ് നോട്ട് ഗുഡ്, യു നീഡ് റെസ്റ്റ് ഡേയ്സ്. റെസ്റ്റ് ഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു 100 days ഓഫ് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കടന്ന് ഗുസ്തി പിടിച്ചതാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീന് പിള്ളേർക്ക്, അമ്മയ്ക്ക് വയ്യാണ്ടായി, എനിക്ക് വയ്യാണ്ടാവുക, ട്രാവൽ, നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാവൽസ് വരിക, അങ്ങനെ പലതും വന്നതുകൊണ്ടാണ് എനിക്ക് ആ 100 days ഓഫ് ചാലഞ്ച് അതിൻ്റെ ഇടയിൽ വെച്ച് ബ്രേക്ക് ആയി പോണത്. എന്നാലും ഐ വാസ് കൺസിസ്റ്റൻറ്റ് ടിൽ 75th day. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടു. ബിക്കോസ് എൻ്റെ ബോഡി വളരെയധികം എക്സോസ്റ്റഡ് ആണോ മാതിരി എനിക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അതങ്ങ് വിട്ട്. പക്ഷെ എന്നാലും വിട്ടെങ്കിലും ഒരു ദിവസമേ ഞാൻ ബ്രേക്ക് എടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 6 ദിവസവും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഡേയ്സ് കൗണ്ട് ചെയ്യണ പരിപാടി നിർത്തിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ആ 100 days ഓഫ് ചാലഞ്ച് ഇൻ ബിറ്റ്വീൻ നിർത്തിയിട്ട് ഞാൻ വീട്ടിൽ ബാക്കി ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി തുടങ്ങിയില്ല. ആ കൗണ്ടിങ് എന്നുള്ള പരിപാടി നിർത്തി. സ്റ്റിൽ ഐ എം ഗോയിങ് 6 days. സൺഡേ മാത്രമാണ് ഞാൻ റെസ്റ്റ് ഡേ ആയിട്ട് എടുക്കുന്നത്. 6 ദിവസം ഞാൻ ജിമ്മിൽ പോകും. പക്ഷെ ആ റെസ്റ്റ് ഡേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വർക്ക് ടുവേർഡ്സ് യുവർ ഗോൾ. നമ്മളുടെ ഗോൾ നമ്മൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി നമുക്കറിയാം. അതിനുവേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 6 pack ഒക്കെയാണ് എൻ്റെ ഒരു വർക്കൗട്ട് ഗോൾ. നല്ല ആബ്സ് ഉള്ള ഒരു ബോഡിയാണ് എൻ്റെ വർക്കൗട്ട് ഗോൾ. ഓൾസോ എനിക്കിങ്ങനെ നല്ല ഇതുണ്ട്, ഇതിനേക്കാളും ലൂസായിരുന്നു എൻ്റെ കൈയൊക്കെ. ഇപ്പോൾ കുറച്ച് മസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ വർക്കൗട്ട് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ആബ്സ്, നല്ല ടോൺഡ് ആയിട്ടുള്ള ബോഡി, അതൊക്കെയാണ് എൻ്റെ വർക്കൗട്ട്. ഞാൻ എപ്പോഴും പറയും എൻ്റെ കോച്ചിൻ്റെ അടുത്ത്, നെക്സ്റ്റ് ബീച്ച് വെക്കേഷനിൽ ഐ വോണ്ട് ടു വെയർ എ ബിക്കിനി വിത്ത് മൈ ആബ്സ്. അതാണ് എൻ്റെ ഗോൾ എന്ന് ഞാൻ പറയും കേട്ടോ. പക്ഷേ അറിയില്ല, ഞാൻ ബിക്കിനിയൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അത്ര അങ്ങനെ ബിക്കിനി റെഡി ബോഡി ഒന്നും അല്ല. ബട്ട് എവറി ബോഡി ഈസ് ബിക്കിനി റെഡി ബോഡി. പക്ഷെ എനിക്കിഷ്ടം നല്ല സെറ്റ് ആയിട്ടിരിക്കാനാണ്. ബിക്കോസ് നമ്മൾ കുറച്ചധികം ഫിറ്റ്നസ് പ്രാന്തമുള്ളത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും, എനിക്കിങ്ങനെ നല്ല ബിക്കിനി ഇട്ടിട്ട് ഐ വോണ്ട് ടു ഷോ മൈ ആബ്സ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും ആബ്സ് മാത്രം ലൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ട്രെയിനർ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ബീച്ച് വെക്കേഷൻ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എപ്പോൾ പോയാലും അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എന്നാലും എനിക്ക് ഈ ഗുളുഗുളൂസ്, എൻ്റെ ഗുളുഗുളൂസ് ഒക്കെ കുറേ പോയി. പണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ അടുത്ത് ആടുമായിരുന്നു. പക്ഷെ ഗുളുഗുളൂസൊക്കെ നന്നായിട്ടൊന്ന് പോയി, നല്ല ടൈറ്ററായി, നല്ല ലൂസ് സ്കിൻ, ലൂസ് ഫാറ്റ്സും അങ്ങനത്തെ ഗുളുഗുളു ഫാറ്റ്സ്, എക്സ്ട്രാ ഫാറ്റ്സ് ഒക്കെ മാറി നല്ല ടോൺ ഡൗൺ ആവുന്നതാണ് എൻ്റെ ഗോൾ കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. സോ ഒരു 10-11 പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ വീഡിയോയുടെ ഇടയിൽ വന്നേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാനൊന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, നമുക്ക് അതിനകത്ത് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വേ പ്രോട്ടീൻ കഴിക്കാറുണ്ടോ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ഞാൻ വേ പ്രോട്ടീൻ കഴിക്കാറില്ല. പക്ഷേ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് മാക്സിമം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ട്രൈ ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ ട്രെയിനറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാൻ പ്രോട്ടീൻ ഷേക്ക് ആയിട്ട് അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കണമെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് ഇതുവരെ വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഡു വി നീഡ് എ പേഴ്സണൽ ട്രെയിനർ ഫോർ എ ബിഗിനർ ഇൻ ജിം? അത് ഞാൻ ആ വീടിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് തീരെ ഐഡിയ ഇല്ല, ഒരു തീരെ ധാരണ ഇല്ലാണ്ടാണ് നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ടേക്ക് പേഴ്സണൽ ട്രെയിനിങ്. നല്ലതായിരിക്കും, മനസ്സിലായി. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കൂടി പറ്റുവാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുവാണെങ്കിൽ നല്ലതാണ്. ബിക്കോസ് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ഒരു ധാരണയൊന്നും ഇല്ല. സോ അവർ നമ്മുടെ കൂടെ നിർത്തി തന്ന് നമ്മുടെ പോസ്ചറൊക്കെ കറക്റ്റ് പറഞ്ഞു തന്ന് നമ്മളുടെ ഒപ്പം നിന്ന് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അത് വളരെ വ്യത്യാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ധാരണയും ഇല്ലാണ്ട് ഫസ്റ്റ് ടൈം നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, പ്രോപ്പർലി ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു എന്താ പറയുക പേഴ്സണൽ ട്രെയിൻ എടുക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കേട്ടോ. അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കാനും പോസ്ചർ കറക്ഷൻ വരാനും എല്ലാത്തിനും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എടുക്കുന്നത് തന്നെയാണ് നല്ലതാണ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് പേഴ്സണൽ ട്രെയിനിങ് എടുത്തപ്പോൾ. പിന്നെ ചോദിച്ചിട്ടുണ്ട്, ഒരു ഡൗട്ട് ചോദിക്കട്ടെ, വർക്ക്ഔട്ട് ചെയ്ത മെലിഞ്ഞ ആളുകൾ വീണ്ടും മെലിയുമോ? ഇല്ല, അങ്ങനെ ഞാൻ നേരത്തെ എനിക്കൊണ്ട് ഈ വീടിന്റെ ബിഗിനിങ്ങിൽ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക്ഔട്ട് ലൈക്ക് മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് വണ്ണം വയ്ക്കാനുള്ള വർക്ക്ഔട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ അത്രയും ഡൗട്ടുകൾ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് ഒത്തിരി ആൾക്കാർ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുണ്ട് ആ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെൽപ്ഫുൾ ആണ്. കുറേ ആൾക്കാർ അവർ
നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊണ്ട് ആ വീഡിയോനേക്കാളും കുറച്ചും കൂടി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നുമാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. ഇഷ്ടമായോ യൂസ്ഫുൾ ആയെന്നുള്ള എല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നുകൊണ്ട് ആൻഡ് ഓൾസോ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ് അവരോട് പറഞ്ഞ് ലൈക്ക് എൻ്റെ വീഡിയോ കാണാൻ കുറച്ച് മോട്ടിവേറ്റഡ് ആവാനും ആൻഡ് ഇതൊക്കെ ശ്രദ്ധിക്കാനും പറയാം. കൂടെ വർക്കൗട്ട് ചെയ്യുന്ന, അതായത് റെഗുലർലി വർക്കൗട്ട് കാലങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഞാൻ എന്തെങ്കിലും പോയിന്റ്സ് ഈ ഒരു വീഡിയോൻ്റെ അത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യൂ. ബിക്കോസ് നമുക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എൻ്റെ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച് എഴുതിയ കുറച്ച് പോയിന്റ്സ് ആണിത്. സോ ഡെഫിനറ്റ്ലി കൂടുതൽ നാൾ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ പരിജ്ഞാനവും എക്സ്പീരിയൻസും ഉണ്ടാവും. സോ അതുകൊണ്ട് അതുകൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ നമ്മുടെ ബാക്കിയുള്ള വ്യൂവേഴ്സിന് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ.